ഈ പെൺകുട്ടി അവളുടെ അസൈൻമെന്റുകൾ ചെയ്യുന്നതിന്റെ ഇടയിൽ ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. അപ്പോൾ അവളുടെ മേശപ്പുറത്ത് വെച്ചിരുന്ന ചെറിയ പ്രതിമ ചലിക്കാൻ തുടങ്ങി. രാത്രി മുഴുവൻ അവളുടെ എല്ലാ അസൈൻമെന്റുകളും ചെയ്തു കൊടുത്തു. അവൾ രാവിലെ എണീറ്റപ്പോൾ ദേ ആ പ്രതിമ ചലിക്കുന്നത് കണ്ട് അന്തം വിട്ടു നിന്നു. പക്ഷെ അവൾ നോട്ട്ബുക്ക് നോക്കിയപ്പോൾ എല്ലാ അസൈൻമെന്റുകളും ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ മാർക്കൊക്കെ പ്രതിമയ്ക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവളുടെ എല്ലാ പുസ്തകങ്ങളും പ്രതിമയ്ക്ക് കൊടുത്തു. അതിനോട് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. പ്രതിമ ഹോംവർക്ക് ചെയ്യുമ്പോൾ പെൺകുട്ടി അവളുടെ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രതിമ കൂടുതൽ ജോലി ചെയ്യുന്നത് അനുസരിച്ച് വലുപ്പം പതിയെ പതിയെ കൂടാൻ തുടങ്ങി. അവൾ അത് ശ്രദ്ധിക്കാതെ ഗെയിമിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഒരു ദിവസം അവൾക്ക് ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള അവാർഡ് കിട്ടി. പ്രതിമയെ കൊണ്ട് പണി എടുപ്പിച്ച് അവളുടെ പണി കുറഞ്ഞു കിട്ടി. പക്ഷെ പ്രതിമ അവളുടെ അത്രയും വലുതായപ്പോൾ കാര്യങ്ങൾ തല കീഴായി മാറി. പ്രതിമ സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ടു. എന്നിട്ട് അവൾക്ക് ഫോൺ തിരിച്ചു കൊടുത്തു. ഇനി സ്കൂളിൽ പോകേണ്ട എന്ന് വിചാരിച്ച് അവൾ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഗെയിം കളിക്കുന്നതിന്റെ ഇടയിൽ അവളുടെ കയ്യിലെ വിരലുകളെല്ലാം ഒട്ടിപ്പിടിച്ച് കട്ടിയുള്ളതായി മാറാൻ തുടങ്ങി. അവളുടെ ശരീരം ചുരുങ്ങി തുടങ്ങി. അവസാനം ആ പ്രതിമയെ പോലെയായി മാറി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് അടിച്ച് കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.